சொல்லக்கூடாது காதலி. വ്യാജരേഖ ചമച്ച കേസിൽ നടൻ ബാലയ്ക്ക് നോട്ടീസ് കിട്ടിയിരിക്കുകയാണ്. നമസ്കാരം. അങ്ങനെ നമ്മുടെ ഈ ബാലണ്ണനെ കൊണ്ട് ബാലണ്ണനെ കൊണ്ട് നിവർത്തിയില്ലാതായി. അതിനെ കുറിച്ചൊക്കെ പറയാം. അത് പറയുന്ന ഒരു കാര്യം പറയാം. ബാലണ്ണനെതിരെ കേസ് നമ്മൾ അമൃത കൊടുത്ത കേസ് എന്തായാലും ഫയൽ ചെയ്തിട്ടുണ്ട്. പോലീസുകാർ വിളിച്ചിട്ടുണ്ട്. നീ പെട്ടെന്ന് കേസ് നിങ്ങൾക്ക് അറിയാമല്ലോ, മറ്റൊന്നുമല്ല നമ്മുടെ കൊച്ചിന് സ്വന്തം പ്രാണനെ പോലെ കണ്ട മകളിന് വേണ്ടി മാറ്റിവെച്ച ഇൻഷുറൻസ് തുക ആരും അറിയാതെ അടിച്ചു മാറ്റി പുട്ടടിച്ച ബാല പിന്നെ എന്ത് ചെയ്തു, അവിടെ എന്ത് ചെയ്തു, പിന്നീട് കെട്ടിച്ചമച്ച കുറെ രേഖകൾ കൊണ്ട് കോടതിയിൽ ഹാജരാക്കി. അതുകൊണ്ട് തന്നെ ബാലക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. ഇത്ര ദിവസം അവിടെ ചെന്നില്ലെങ്കിൽ ആവും എന്ന് പറഞ്ഞുകൊണ്ടുള്ള അറിയിപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് വാർത്ത ഞാൻ സെക്കൻഡ് പാർട്ടിൽ പറയാം. ഫസ്റ്റ് പാർട്ടിൽ പറയുകയാണെങ്കിൽ മറ്റൊരു കേസാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കില്ല എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സംഭവം കേൾക്കാം. ആദ്യം അത് കേൾക്കാടെ അല്ലെങ്കിൽ വേണ്ട, ആദ്യം സംഭവം എന്താണെന്ന് പറഞ്ഞിട്ട് കേട്ടാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു സ്പിരിറ്റ് കിട്ടത്തുള്ളൂ. അതായത് മറ്റൊന്നുമല്ല, നമ്മുടെ എലിസബത്ത് എന്താണ് പറഞ്ഞത്? എലിസബത്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഈ ഇവന്റെ ഇരിക്കുന്ന സൺഗ്ലാസസ് ഈ മറ്റേ മോൺസൺ മാവുങ്കലുമായിട്ട് അവൻ ഭയങ്കര മച്ച കമ്പനിയല്ലേ, പുള്ളി കൊടുത്ത സൺഗ്ലാസുകളൊക്കെ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒറിജിനൽ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നൊരു സംഭവം നമ്മുടെ എലിസബത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായി നമ്മളെ ബാലയണ്ണൻ പിന്നെ ഫുൾ പവറിലെത്തിയിട്ടുണ്ട്. ഫുൾ പവർ ചിരിക്കുക എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ഒരു റീല് നമുക്കിവിടെ പ്ലേ ചെയ്യാം. എന്തൊക്കെ പറയാം കേട്ടോ. കണ്ട കറക്റ്റ് ഇവൻ ഈ ബാല അവസാനം കാണിക്കുന്ന സംഭവം കണ്ടതാ ഇങ്ങനെ. സത്യം പറഞ്ഞ എന്റെ പൊന്നു ബാല, ഈ പറയുന്ന റീൽസ് കാണുമ്പോ എനിക്ക് അങ്ങനെയാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അങ്ങനെയാണ് കാണിക്കുന്നത്. എന്തോന്നടേ ഇതൊക്കെ എന്തോന്നടേ. താങ്കളുടെ ഈ റീല് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും താങ്കൾ ഈ ഒരു അല്പത്തരമാണ് ഈ ഒരു സാധനം. അല്പത്തരം എന്നേ പറയാൻ പോലെ. കാരണം ഒരാള് അവിടെ ഇരുന്ന് കൊണ്ട് നിങ്ങളുടെ ഈ പറയുന്ന ഗ്ലാസ് ഇത് ഭയങ്കര ലക്ഷങ്ങള് വിലയുള്ളതൊക്കെ പറയട്ടെ, നമുക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പൊ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ ഉടനെ അതിനെ എടുത്തിട്ട് സ്വന്തം ഭാര്യയും കൂട്ടുന്നത് ഇതുപോലൊരു കോമാളിത്തരമായിട്ട് ഇതുപോലുള്ള ഒരു ഷോ ഓഫ് വീഡിയോ ചെയ്യാൻ താങ്കൾക്കേ കഴിയത്തുള്ളൂ. ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാകും താങ്കൾ ഈ കാണിക്കുന്നതെല്ലാം ഷോ ഓഫ് ആണെന്ന്. ബുദ്ധിയുള്ളവരാണ് മലയാളികൾ. അതിനകത്ത് വന്ന കമന്റുകൾ, എന്റെ അമ്മ ആ ഫേസ്ബുക്കിനകത്ത് താഴെ വന്ന കമന്റുകൾ ഒന്നുപോലും പുള്ളിയെ സപ്പോർട്ട് എല്ലാവർക്കും താൻ എന്തൊരു ഷോ ഓഫ് ആണല്ലോ എന്നാണ് എല്ലാവരും മൊത്തം ചോദിക്കുന്നത്. ഇവിടെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കേസ്, അമൃത കുറെ ഭയങ്കര ഗുരുതരമായ ആരോപണങ്ങൾ ബാലയ്ക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്ക് കമാന്നൊരു അക്ഷരം മിണ്ടാൻ പറ്റത്തില്ല. അതൊക്കെ കോടതി എന്നെ ശാസിച്ചിരിക്കുകയാണ്. നീ ഒന്നും മിണ്ടരുത്. എന്നെ അവർ ആദ്യം പൂട്ടി, അതിനുശേഷം അവർ ബുദ്ധിപരമായിട്ട് പിന്നെ ഇതൊരു ഗൂഢാലോചന നടത്തിയാണ് ഈ സംഭവമൊക്കെ ചെയ്യുന്നെന്ന് പറയുന്ന ബാല ഇവിടെ ഇപ്പൊ ഒരു ഗ്ലാസിന്റെ കേസ് പറഞ്ഞപ്പോ അതിനെ ഉടനെ എടുത്തുകൊണ്ട് ഉടനെ സ്പോട്ടിൽ മറുപടിയാണ്. അവനിട്ട പാട്ടെന്ന് അറിയാമോ? പോയി കൂടാതെ കാതലി. എന്നാ ബാലണ്ണ നിങ്ങളെ കൊണ്ട് നമിച്ച് നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് കഴിയത്തുള്ള അവസാനം നിങ്ങൾക്കുള്ള ആ ഒരു ഇമോജി നിങ്ങൾ തന്നെ ഇട്ടു. എന്തോന്നേ ഇതൊക്കെ എന്തോന്ന് താങ്കൾക്ക് തന്നെ പോകുന്നില്ലേ? ഇതൊക്കെ ഒരു അല്പത്തരമാണെന്ന് തോന്നുന്നില്ലേ? ഇതൊക്കെ കുറച്ച് ഷോ ഓഫ് ആണെന്ന് തോന്നുന്നില്ലേ? ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന പുതുപ്പണക്കാരന്മാർ ചെയ്യുന്ന കുറെ ഷോ ഓഫുകളുണ്ട്. മറ്റൊന്നും ആ രീതിയിൽ. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഈ കോടികളും കാര്യങ്ങളും ഒന്നും ഇല്ല. ഇതെല്ലാം ഉടായിപ്പുകളാണ്. ഈ എലിസബത്ത് പറഞ്ഞതുപോലെ താങ്കൾ പറയുന്നതെല്ലാം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഉടായിപ്പുകളാണ്. മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ആൾക്കാർക്ക് 10,000 2,000 രൂപയ്ക്കുള്ള എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തിട്ട് ഞാൻ മറ്റേ നന്മപരമാണ് എന്ന് പറയുന്ന രീതിയാണല്ലോ ബാല എനിക്ക് തോന്നുന്നത്. എങ്കിലും എന്റെ ബാല ഇത് ഇത്തിരി ഓവറായിപ്പോയി. പിന്നെ അതിനകത്തുള്ള കമന്റുകൾ ഒരുപാട് ഇങ്ങനെയാണ്. ഇത് നമ്മൾ കുറെ കണ്ടതാണ്, സത്യമാണ്. ഇത് നമ്മൾ കുറെ കണ്ടതാണ്. എലിസബത്തിന്റെ കൂടെയും ഈ പറയുന്ന അമൃതയുടെ കൂടെയും. ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കേസുണ്ട്. എലിസബത്തിന് മാത്രമല്ല ജസ്റ്റിസ് കിട്ടാനുള്ളത്. അവിടെ അമൃത എന്ന് പറയുന്ന ഒരു മുൻഭാര്യയുണ്ട്, അവരുടെ മകളുണ്ട്. മകൾക്ക് ഏറ്റവും കൂടുതൽ ജസ്റ്റിസ് കിട്ടണം. കാരണം അവൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ സമ്മതിച്ച് മാറ്റിവെച്ചിരുന്ന ഇൻഷുറൻസ് തുകയാണ് ആരും അറിയാതെ അണ്ണൻ
നൈസിലാ ചെന്ന് ഊരിയെടുത്തിട്ട് പിന്നെ എന്തിന് കെട്ടിച്ചമച്ച രേഖകൾ കോടതിയിൽ ഹാജരാക്കിയത്. കോടതിയെ പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അണ്ണ ഉള്ളയിലാവുന്നതിന് ഒരു മാറ്റവുമില്ല. ഇനി അതിന് വേണ്ടിയിട്ട് എന്തായാലും ഈ അമൃത ഒരു കേസ് കൊടുത്തിട്ടുണ്ടാവുന്നല്ലോ, ആ കേസ് എന്തായാലും ഫയൽ ചെയ്തിട്ടുണ്ടോ, പോലീസ് വിളിച്ചിട്ടുണ്ട്. ആ വിളിച്ചതിന്റെ ഒരു വാർത്തയും കൂടി വന്നു, ആ വാർത്തയും കൂടി നമുക്കൊന്ന് കേൾക്കാം. എങ്കിലും എന്റെ ബാല വ്യാജരേഖ ചമച്ച കേസിൽ നടൻ ബാലയ്ക്ക് നോട്ടീസ് കിട്ടിയിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച എറണാകുളം സെൻട്രൽ പോലീസാണ് നോട്ടീസ് അയച്ചത്. മാർച്ച് 8-നുള്ളിൽ ഹാജരാകാനാണ് നിർദ്ദേശം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട്. ഇപ്പോൾ സഹിൻ, ബാലയ്ക്ക് നോട്ടീസ് കിട്ടിയിരിക്കുന്നു. ഈ നോട്ടീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ബാലയുടെ മുൻ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷിന്റെ പരാതിയിലായിരുന്നു ബാലയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നത്. ബാല വ്യാജരേഖ ചമച്ചു എന്നുള്ളതായിരുന്നു അമൃതയുടെ പരാതിയായിട്ടുണ്ടായിരുന്നത്. അത് ഇവരുടെ വിവാഹമോചന സമയത്ത് നൽകിയ എഗ്രിമെന്റിൽ അതിന്റെ 5-ാം പേജിൽ ബാല തിരുത്തൽ വരുത്തി അത് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു എന്നുള്ളതായിരുന്നു അമൃത സുരേഷിന്റെ പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുക്കുകയായിരുന്നു. അന്ന് ഈ രേഖകൾ സെൻട്രൽ പോലീസ് പരിശോധിക്കുകയും ആ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇതേ തുടർന്നായിരുന്നു ബാലയ്ക്കെതിരെ കേസെടുത്തത്. എന്തായാലും ഈ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ബാലയ്ക്ക് ഇപ്പോൾ പോലീസ് നോട്ടീസ് അയച്ചിരിക്കുന്നതും. മാർച്ച് 8-നകം എറണാകുളം സെൻട്രൽ പോലീസിന് മുന്നിൽ ഹാജരാകാനാണ് ബാലയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാലയെ ചോദ്യം ചെയ്തേണ്ടതുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നുമാണ് ആവശ്യം. ഏതായാലും ബാല ഈ നോട്ടീസ് കിട്ടിയിട്ട് ഇതുവരെ പോലീസിനോട് തിരിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. മാത്രമല്ല ഈ 8-ാം തീയതിക്കുള്ളിൽ ബാല ഹാജരായില്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് സെൻട്രൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. 8-ാം തീയതിക്ക് മുൻപേ കോടതിയിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായില്ലെങ്കിൽ ബാലയ്ക്കെതിരെ അടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഈ പറയുന്ന പോലീസ് പറഞ്ഞിരിക്കുന്നത്. അതുമല്ല, മറ്റൊരു പ്രധാന കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഈ കൊടുക്കുന്ന പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായി. അതായത് ഈ പറയുന്ന അമൃത സുരേഷ് കൊടുത്ത പരാതി സത്യസന്ധമാണ് എന്ന് ആർക്ക് മനസ്സിലായി? പ്രഥമ ദൃഷ്ടിയാൽ നമ്മുടെ പോലീസുകാർക്ക് മനസ്സിലായത് കൊണ്ടാണല്ലോ ഈ പറയുന്ന കേസ് ഫയൽ ചെയ്തത്. അപ്പൊ ബാല അന്ന് പറഞ്ഞത് എന്നെ ഫോർജറിങ് എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ ഉപയോഗിക്കരുത്, അത് വളരെ മോശമാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷെ അതിനുള്ള മറുപടി ഞാൻ കോടതിയിൽ കൊടുക്കും എന്നൊക്കെയാണ് ബാല പറഞ്ഞത്. നമുക്ക് മനസ്സിലാകും, ഉത്തരം മുട്ടുമ്പോൾ പലരും പറയുന്ന സംഗതികളാണ് ഇതൊക്കെ. മലയാളികൾക്ക് വളരെ ഈസി ആയിട്ട് മലയാളികൾ മനസ്സിലാക്കുമെന്ന് ബാല മനസ്സിലാക്കാതെ പോയി, അതാണ് വിഷയം. അപ്പൊ എന്തായാലും ബാലയണ്ണൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബാലയണ്ണൻ ഇതിനൊരു മറുപടിയും കാര്യങ്ങളൊന്നുമില്ല. അവിടെ നിന്ന് ഈ പറയുന്ന ഈ മണ്ടന്മാരായ കുറെ ആരാധകന്മാരുണ്ട്. അവരെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നമ്മുടെ സൺഗ്ലാസ് എടുത്ത് വെച്ചിട്ട് ബാലയണ്ണൻ ഒരു ചീപ്പ് ഒരു റീൽ ഇട്ടിട്ടുണ്ട്. അതിന് വയറ് നിറച്ച് ആൾക്കാർ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് എന്തൊക്കെ നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞവരുടെ നാക്കുകൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പൊ എന്തായാലും ബാലയണ്ണ വളരെ മോശം, വളരെ മോശം. നിങ്ങൾ ഇത്രയ്ക്ക് അല്പനായിരുന്നോ എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.